ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മധുരമായാലോ? നമുക്കിന്ന് വളരെ രുചികരമായ റവ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, ഏലക്ക, നെയ്യ്, കശുവണ്ടി, കിസ്മിസ്, ആവശ്യത്തിനുള്ള പാല്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് കശുവണ്ടിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കിസ്മിസ് ഇട്ടാൽ മതിയേ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇനി അതേ നെയ്യിൽ തന്നെ റവയും നമുക്ക് വറുത്തെടുക്കാം. റവ നന്നായി മൊരിഞ്ഞു പോകരുത്, മൂത്ത് പോകരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം നമുക്ക് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പഞ്ചസാരയും ഏലക്കയും പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് റവയും ചേർത്ത് നമുക്കൊന്ന് രണ്ട് പ്രാവശ്യം വിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമുക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും കിസ്മിസും, ആവശ്യത്തിന് പാൽ അധികം ഒഴിക്കരുത്, കുറേശ്ശെയായി പാലും ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പാല് കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം പാല് ചേർക്കേണ്ടത്. അല്പം കൂടിയാലും പാല് കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് നമുക്ക് നനച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, പാലിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബോളിപ്പോൾ നല്ല പോലെ റെഡിയായി വന്നത്. ഇനി അടുത്ത റവ ലഡു നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മധുര പലഹാരമാണ് ഇത്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ റവ ലഡു. ഏതൊരു നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷനും നിങ്ങൾക്ക് ഈ റവ ലഡു തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അധിക സമയമൊന്നും വേണ്ട. നമ്മുടെ റവ ഒന്ന് മൂത്ത് വരുന്ന സമയം മാത്രമേ ഇതിന് വേണ്ടൂ. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ. ഇതേപോലത്തെ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്കെല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ ഉരുട്ടാൻ പറ്റണില്ലെങ്കിൽ പാല് കുറവായതുകൊണ്ടായിരിക്കും ഉരുട്ടാൻ പറ്റാത്തത്. അപ്പോൾ ഉരുട്ടാൻ പറ്റില്ലെങ്കിൽ കുറേശ്ശെയായിട്ട് പാല് ചേർത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റവ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.